നമസ്കാരം. ഇന്നിപ്പോൾ അനുദിനം പെട്രോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡീസൽ വാഹനങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഡ്യൂട്ടിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് പോവുകയാണ്. നമ്മൾ കൃത്യസമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പോലും ഈ ബ്ലോക്കെല്ലാം കാരണം നമ്മൾ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആകും. അതുമാത്രമല്ല, അത്യാവശ്യം നല്ല ടിക്കറ്റ് റേറ്റ് അല്ലെങ്കിൽ ബസ് ചാർജ് ഇപ്പോൾ ഉണ്ട് താനും. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാണ് വളരെ സ്വസ്ഥമായിട്ട് വീട്ടിൽ നിന്നും നമ്മുടെ സമയത്തിന് ഇറങ്ങി ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരാം. അത് മാത്രമല്ല, എക്കണോമിക്കായിട്ട് നമുക്ക് ഉപകാരപ്രദമാകും അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിക്കാണ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ആളുകൾ തിരിയുന്നത്. എല്ലാവർക്കും അറിയാം, ഇലക്ട്രിക് വാഹനങ്ങൾ ഒരു പുതിയ ടെക്നോളജിയിൽ വരുന്ന വാഹനങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ചാടിക്കേറിയെടുത്ത ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള ചില സുപ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ചാനൽ കണ്ടതിന് ശേഷം ഒന്ന് വിലയിരുത്തിയതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് സ്കൂട്ടറുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഓരോ ബ്രാൻഡിനെയും എടുത്തു വെച്ച് പറയുന്നില്ല. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ചൈനീസ് സ്കൂട്ടറുകൾ കഴിവതും വാങ്ങാതിരിക്കുക. ചിലപ്പോൾ 1,00,000 രൂപ, 50,000 രൂപ, ചിലപ്പോൾ 75,000 രൂപയ്ക്ക് 200 കിലോമീറ്റർ, 250 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്കൂട്ടറുകളും വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കാര്യമാണ് പറയുന്നത്. ദയവ് ചെയ്ത് ഇത്തരം സ്കൂട്ടറുകളൊന്നും വാങ്ങാതിരിക്കുക. കാരണം ചൈനയിൽ നിന്നും ഒക്കെ ഒരുപാട് പാർട്സ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് അത് അസംബിൾ ചെയ്തിട്ട് പല പേരിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വിൽക്കുകയാണ്. നിങ്ങൾ ഈ സ്കൂട്ടർ ഒരു ആവശ്യത്തിൻ്റെ പുറത്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 200 കിലോമീറ്റർ റേഞ്ച് ലഭിക്കും എന്ന് പറയുന്നു. ഈ 200 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലഭിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഇവർ 200 കിലോമീറ്റർ എന്ന് പറയുന്ന മോഹിപ്പിക്കുന്ന ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു റേഞ്ച് പറയുമ്പോൾ അതിലാണ് നമ്മൾ വീഴുന്നത്. നമ്മൾ ഈ വാഹനം വാങ്ങിച്ചു, അതിനുശേഷം 2-3 മാസം അല്ലെങ്കിൽ ഒരു 6-7 മാസം കഴിയുമ്പോഴത്തേക്കും ആ സർവീസ് സെൻറ്ററോ അല്ലെങ്കിൽ ഷോറൂമോ കാണില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള പല സ്കൂട്ടറുകളും ചൈനയിൽ നിന്നും പാർട്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും സ്ഥലത്തിട്ട് അത് അസംബിൾ ചെയ്തിട്ട് പല പല സ്റ്റിക്കർ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ബ്രാൻഡിൽ വിൽക്കുന്ന ഇത്തരം സ്കൂട്ടറുകൾ. ഒരു സുപ്രധാനമായിട്ടൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഏത് ഷോറൂമിൽ നിന്നാണോ ആ സ്കൂട്ടർ വാങ്ങിച്ചത് ആ ഷോറൂമിൽ തന്നെ പോയി സർവീസ് ചെയ്യേണ്ട ഗതിയാണ്. അല്ലാതെ ഇപ്പോൾ മാരുതി സുസുക്കിയുടെ ഒരു കാറ് വാങ്ങിക്കുകയാണ്, നമുക്ക് ഇന്ത്യയിലുടനീളം മാരുതി സുസുക്കിയുടെ ഏത് സർവീസ് ഓത്തറൈസ്ഡ് സെൻറ്ററിലും നമുക്കതിൻ്റെ സർവീസ് ചെയ്യാം. അതുപോലെയല്ല ഇത്. നമ്മൾ എവിടെ നിന്നാണോ വാങ്ങിച്ചത്, ഇപ്പോൾ ഞാൻ കോഴിക്കോട് നിന്നാണ് വാങ്ങിച്ചത്, കോഴിക്കോട് ഞാൻ വാങ്ങിച്ച ആ ഷോറൂമിൽ തന്നെ പോയിട്ട് എനിക്ക് സർവീസ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ പറഞ്ഞ കേസുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാൻ കൊച്ചിയിൽ ആ ഒരു സെയിം വാഹനത്തിൻ്റെ ഷോറൂം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സർവീസ് ചെയ്ത് തരില്ല. രണ്ടാമത്തെ പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പം വളരെ ജെനുവിനായിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അതിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 മാസത്തേക്ക് ഒരു കുഴപ്പവും കാണില്ല. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരും. പിന്നെ അതിന് ശേഷമാണ് ഒരുപാട് ബഗ്സും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, റേഞ്ചിന് പ്രശ്നം വരും, ചാർജിങ്ങിന് പ്രശ്നം വരും. അത് മാത്രമല്ല, അപ്പോൾ കാർഡടച്ച് വെടിവെക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെയല്ല, ഞാൻ ഒരു ബ്രാൻഡിനെ എടുത്തു പറയുന്നില്ല, പൊതുവേ സംഭവിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാറി നിൽക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുണ്ട്, കംപ്ലൈൻറ്റുകളില്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടറുണ്ട്. എത്ര കാലത്തേക്ക് കംപ്ലൈൻറ്റുകളില്ലാതെ നിലനിൽക്കും എന്നൊരു വലിയ ക്വസ്റ്റ്യനാണ്. കംപ്ലൈൻറ്റ്സ് വരും, 100% ഉറപ്പാണ്. ഒരു പെട്രോൾ സ്കൂട്ടറോ ഒരു പെട്രോൾ ബൈക്കോ ഉപയോഗിക്കുന്നത് പോലെയല്ല ഒരു ഇലക്ട്രിക് വാഹനം എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി സ്കൂട്ടറുകൾ തീർച്ചയായിട്ടും ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും തുരുതുരാ പ്രശ്നങ്ങൾ വരും. അപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ എടുത്തു പറയൂ, നിങ്ങൾ ചുമ്മാ കാർഡടച്ചങ്ങോട്ട് പറയല്ലേ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീസെൻ്റായിട്ട് വളരെയധികം ജനപ്രീതിയോടുകൂടി മുമ്പോട്ട് വരുന്ന ഒരു ബ്രാൻഡാണ് ബജാജിൻ്റെ ചേതക്. നല്ല ബിൽഡ് ക്വാളിറ്റി, അതുമാത്രമല്ല നല്ല മെറ്റൽ ബോഡിയൊക്കെയാണ്. പക്ഷേ ഒരു അപ്ഡേഷന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ അതിന് കാണിക്കുന്നു. ഒരുപാട് പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് ഡ്രോപ്പ് ആകുന്നു. അതുമാത്രമല്ല, ചാർജിങ്ങിൽ ഇഷ്യൂസ് വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ബ്രാൻഡായിട്ടുള്ള ഏതറിന് ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ ബെൽറ്റിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ റീപ്ലേസ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി കൊടുക്കുമ്പോഴത്തേക്കും ഈ വാഹനം അവിടെ കുറേ കാലം, ഈ വാഹനം എന്നല്ല പറയുന്നത്, ഇലക്ട്രിക് സ്കൂട്ടറിൽ പൊതുവേ കുറേ കാലം ഷോറൂമിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു ബാക്കപ്പായിട്ട് ഒരു പെട്രോൾ സ്കൂട്ടർ വാങ്ങി വെക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുമാത്രമല്ല, നമ്മളെ മോഹിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറഞ്ഞ ചിലവിന് റണ്ണിങ് കോസ്റ്റ് വളരെ കുറഞ്ഞ ചിലവാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പാർട്സുകൾക്കൊക്കെ വളരെയധികം വിലയാണ്. വളരെയധികം വില എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വിലയാണ്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഓടിക്കും തോറും അല്ലെങ്കിൽ ഒരുപാട് കിലോമീറ്റർ പോയി കഴിയുമ്പോഴത്തേക്കും ഈ ബാറ്ററിയുടെ എഫിഷ്യൻസി കുറഞ്ഞു വരും.
അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം. നമുക്ക് പ്രായോഗികമായിട്ട് വിശ്വസിച്ച് അല്ലെങ്കിൽ എ എന്ന പോയിന്റിൽ നിന്നും ബിയിലേക്ക് പോകാം, അവിടെ നിന്ന് തിരിച്ച് എയിലേക്ക് തിരിച്ചു വരാം. ആ ഒരു പർപ്പസിന് മാത്രമാണ് ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. എത്ര കാലം അങ്ങനെ കൊണ്ട് നടക്കാൻ കഴിയും? ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും ഡിമിനിഷിങ് സംഭവിക്കും. അത് മാത്രമല്ല സെല്ലിൻ്റെ എഫിഷ്യൻസി പോകും. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ചാർജ് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന റേഞ്ച്, ചാർജല്ല റേഞ്ച് നമുക്ക് കിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വാഹനം പിന്നെ എന്ത് ചെയ്യണം എന്നൊരവസ്ഥയിൽ നിൽക്കും. അപ്പം നമ്മൾ ഇലക്ട്രിക് കാറിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇലക്ട്രിക് കാറുകളുടെ ടെക്നോളജി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടറുകൾ എടുത്ത ആളുകളെല്ലാം നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു നിൽക്കുന്നൊരവസ്ഥയാണ്. എന്നാൽ ടി വി എസിൻ്റെ ഐക്യൂബ് പോലെയുള്ള വാഹനങ്ങൾ ഇപ്പോഴും വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു. പക്ഷേ ചേതകിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഏഥറിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഓലയുടെ കാര്യം ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം വരുംവരായികളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ നല്ല രീതിക്ക് പരിപാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല സർവീസ് കിട്ടാത്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടറും നിങ്ങൾ വാങ്ങാതിരിക്കുക. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്നല്ല, ഇപ്പോൾ ഒരു ഐസ് വേർഷൻ വാഹനമാണെന്നുണ്ടെങ്കിലും നല്ല സർവീസ് വേണം. പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കടയിൽ കൊടുത്ത് ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്ത് നമുക്ക് നന്നാക്കി എടുക്കാൻ കഴിയും. പക്ഷേ ഇലക്ട്രിക്കിൻ്റെ കാര്യം അങ്ങനെയല്ല. നല്ല പ്രോപ്പർ സർവീസ് കിട്ടാത്ത ഒരു ഇലക്ട്രിക്കിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനം നിങ്ങൾ ഒരിക്കലും എടുക്കാതിരിക്കുക. അതായത് നിങ്ങൾക്ക് ഒരുപാട് ലാഭം കിട്ടും, അല്ലെങ്കിൽ 1 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് 50 പൈസയോ 60 പൈസയോ ആവുള്ളൂ, അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആ 50 പൈസയും 60 പൈസയും കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വാഹനം മര്യാദയ്ക്ക് ഓടണം. അല്ലാതെ ഈ വാഹനം സർവീസ് സെൻറ്ററിൽ ദീർഘകാലം കിടക്കുകയും അതിൻ്റെ പാർട്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും അതുമാത്രമല്ല നിങ്ങൾക്ക് കിട്ടുമ്പോൾ പാർട്സിന് ഒരുപാട് വിലയാകുകയും ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ചിന്തിക്കും ഒരു പെട്രോൾ സ്കൂട്ടർ മതിയായിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഇലക്ട്രിക് തന്നെയാണ് ഫ്യൂച്ചർ. അപ്പോൾ നിങ്ങൾ വീണ്ടും ക്രിട്ടിസൈസ് ചെയ്യുമായിരിക്കും, എന്താണ് ഇങ്ങനെ പറയുന്നത്? തീർച്ചയായിട്ടും ഇലക്ട്രിക് തന്നെയാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കിലേക്ക് തന്നെ സമൂഹം നമ്മൾ അല്ലെങ്കിൽ സൊസൈറ്റി കൊണ്ട് എത്തിക്കും. സൊസൈറ്റിയും ഗവൺമെൻറ്റും ടെക്നോളജിയും ഇന്നത്തെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ബിസിനസ്സും ഒക്കെ അതിലേക്ക് തന്നെ കൊണ്ട് എത്തിക്കും. നല്ല മികച്ച പെട്രോൾ കാറുകൾ ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ടാക്സ്, അത് മാത്രമല്ല ഫ്യൂലിൻ്റെ കേസ് നമുക്കറിയാമല്ലോ. ഫ്യൂവലിന് നമ്മൾ എത്രയാണ് ടാക്സ് കൊടുക്കുന്നത്? യഥാർത്ഥ ഫ്യൂവലിൻ്റെ വിലയും ആ ഫ്യൂവലിൽ ആഡ് ചെയ്തിട്ടുള്ള ടാക്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും പറയുന്നില്ല. അപ്പം വാഹനത്തിന് ഒരുപാട് ടാക്സ്, ഫ്യൂവലിനും ടാക്സോട് ടാക്സ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മര്യാദയ്ക്ക് ഒരു നിശ്ചിത ടാക്സ് കൊടുത്ത് ഫ്യൂലിവിടെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഓക്കെയാണ്. പക്ഷേ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനം തന്നെയാണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങളാണ്. അതിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും. നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇലക്ട്രിക് കാറുകൾ മാത്രമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്ത് കാറ് മേടിക്കും? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ലൊരു ടെക്നോളജി, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റിലയബിൾ ആയിട്ടുള്ള, നല്ല ഫേമസ് ആയിട്ടുള്ള, വെൽ നോൺ ആയിട്ടുള്ള, നല്ല പെഡിഗ്രി ഉള്ള ബ്രാൻഡുകൾ, ഒരുപാട് Q&C അതുപോലെ R&D ഒക്കെ ചെയ്തതിന് ശേഷം നല്ല രീതിക്കൊരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത് വരെ ഇലക്ട്രിക്കിൻ്റെ കേസിൽ നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാവുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.